നമ്മൾ അടിപൊളി. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവൻ സിറിയാക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്ലിക്സ്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. വേറെ പ്രത്യേകത ഉണ്ട്. നമ്മളിന്ന് പോകുന്ന വണ്ടി ഞാൻ കാണിച്ചു. ഞാൻ ആദ്യമേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ സൗണ്ട് കേൾപ്പിക്കാം. അപ്പോൾ അകത്ത് കയറി ഇതിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അടിപൊളിയാണ് വണ്ടി അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പോർട്ട് വണ്ടി ഓടിക്കുന്നത്. BMW കൺവേർട്ടബിൾ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഏകദേശം 10-80 ലക്ഷം രൂപ വിലയുള്ള വണ്ടി നിങ്ങൾ എങ്ങനെ എടുത്തതെന്നല്ലേ. കാരണം അതാണ് ഫ്യൂച്ചർ കേട്ടോ. ഹിസ് നെയിം ഇസ് ഷോൺ. സോ ഷോൺ ആണ് നമ്മളെ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്ന വണ്ടി എടുക്കാനായിട്ട്. ഫസ്റ്റ് വിൽ ഗോ സീ ദ കാർ, യെസ്. See you down here. Convertible. Okay. It's worth about £70,000. Okay. അടിപൊളി. Let me show you the roof come off, alright? Okay. Oops. So, അവിടെ നോക്കി പിടിക്കുകയാണെങ്കിൽ so this is so cool, bro. Yeah, it's cool, isn't it? Yeah, അടിപൊളി. ഇത് കണ്ടോണേ. നമ്മൾ ഇപ്രാവശ്യം കൺവേർട്ടർ എടുത്ത് നമ്മൾ ലാസ്റ്റ് 2 പ്രാവശ്യം നമ്മൾ SUVs ആയിരുന്നു എടുത്തത്. Very fancy going. Perfect. ഒരു 10 സെക്കൻഡ് എടുത്തോളൂ. One thing that my subscribers want to know is, Because? like, what are the documents we require to rent a car from here? For a car like this, if it's a premium, you just need a credit card. But because you're an international customer, all we need from you, if you're international, is a credit card. And a driver's license. And a driver's license, obviously in the same, the credit card in the same name, so in your name as well. Okay. And obviously a driver's license. ഈ ക്രെഡിറ്റ് കാർഡും ഡ്രൈവേഴ്സ് ലൈസൻസ് ആണ് വണ്ടി കിട്ടാൻ എത്ര എളുപ്പമാണ് കാണിച്ചു തരാം. So we'll go. Yeah, let's go. Yeah, go on, we'll go inside. Come on, I'll show you what. അപ്പോൾ ആള് പേപ്പർ വർക്ക് ഒക്കെ ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, Perfect. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയും പ്രൊസീജിയർ ഉള്ളൂ. നമ്മുടെ വണ്ടിയുടെ കാര്യമെല്ലാം സെറ്റ് ആയി. അപ്പോൾ ഇനി പോയിട്ടുണ്ടല്ലോ നമുക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു. My favourite chocolates what we have in the UK, alright? This is from us. Okay, thank you so much. Enjoy it. They're really nice as well. My favourite chocolate we have all the time. ആളാണെങ്കിൽ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, ചോക്ലേറ്റ്. ആളുടെ ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു സോ മച്ച്. No worries, mate. You're good. Yeah. Right, do you want me to run through a couple of controls? Okay, definitely. Yeah. Obviously, when you're doing, I'll just put the roof back up so you see how to do it. Okay. Just so you know, because obviously, so engine on. Okay. So we've got a button in here, mate. Okay. You see this? So Go on push first. down. This is going to put it all back up for me. Okay. Because on the motorway, if you do it, like, it shakes and all that. So I'll just try and move it. But yeah, just literally the whole time. Okay. Just pushing down. I'll put the window down as well. So you can see a little button in here. Okay. It'll say on here, convertible roof complete. So നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ you should definitely meet Mr. Sean. Okay. He will give you special discount, right? Yeah, of course. To all of my subscribers. Of course, mate, of course. Make sure you mention his name. Yeah, definitely. നിങ്ങൾ വരുവാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞാൽ മതി. And please ask to meet Mr. Sean. Perfect. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് BMW ഒരു എക്സ്പോർട്ടും അതും എത്രയും പവർഫുൾ ആയിട്ടുള്ള വണ്ടി ഓടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയാം. അതിനുശേഷം നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സിപ്പ് ലൈൻ ആണ് കേട്ടോ. അപ്പോൾ അതും കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, വണ്ടി അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ ഇത്രയും ജസ്റ്റ് ഓടിച്ചോളൂ. എക്സിറ്റ് ഈ സൈഡിലാണ്. ടിപ്പിക്കൽ എക്സ്പോർട്ട് കേട്ടോ. ഒരു രക്ഷയില്ല വണ്ടി. ഇവിടുന്ന് അങ്ങോട്ടാണ് എക്സിറ്റ്. അപ്പോൾ കണ്ടല്ലോ അല്ലേ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് വണ്ടി കിട്ടും. ഇനി ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ എല്ലാവരും പരിചയപ്പെടുത്തി തരാം. വീണ ബേബിനെ എല്ലാവർക്കും അറിയാം. 5 ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് പുതിയ 2 ആൾക്കാരുണ്ട്, അജയ് ആൻഡ് ഡിബു അല്ലേ. ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് 2 പേർക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റാർട്ട് ബട്ടൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂഫ് ഓപ്പൺ ആണെന്ന് കാണിച്ചത് ഇത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബട്ടൺ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വന്ന ഒരു 10 സെക്കൻഡേ ഉള്ളായിരിക്കും. അത് കൂടുതലൊന്നും എടുക്കത്തില്ല കേട്ടോ. അത് ഇതുണ്ടോ നമ്മൾ അടിപൊളി. ഇന്നത്തെ ക്ലൈമറ്റ് എന്താണെങ്കിലും നമ്മൾ ഈ വണ്ടി എടുത്ത് നന്നായിട്ട്. കാരണം വെയിലാണെങ്കിൽ മാത്രം ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഇവിടെ ഫുള്ള് നല്ല തണുപ്പാണ്. ഇങ്ങനെ വെയിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ അങ്ങ് വരെ തുറന്നിട്ടോണ്ട് പോകും കേട്ടോ. ഈ ഒരു ഡ്രൈവിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വണ്ടിക്കകത്തിരിക്കുമ്പം ഇവൻ പുറകിലിരിക്കുന്ന ആൾക്ക് പോലും നല്ല വെതറാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഫുൾ വ്യൂ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഭയങ്കര രസമാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ, ആക്ച്വലി കംഫർട്ടബിൾ വണ്ടിയാണെങ്കിൽ നമുക്ക് ഒത്തിരി എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ടണലിന്റെ ഒക്കെ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ഫിനിഷ്ഡ് ആയിട്ടാണ് ഇവരെല്ലാം ചെയ്തിരിക്കുന്നത്. സ്ഥലം ഒരു രക്ഷയില്ല. എന്നാ ഭംഗിയാന്ന് നോക്കിയാൽ ഫുള്ള് മല, നല്ല പച്ചപ്പ്, നല്ല മരങ്ങളും. ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ഒരു കൺട്രി സൈഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മൾ മെയിൻ റോഡ് വിട്ടു. ഒരു കുഞ്ഞൊരു വഴിയാണ്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 40 ലിമിറ്റ്സ് ആണ് കേട്ടോ. അടിപൊളി വഴി.
നമ്മൾ സ്കോട്ട്ലൻഡ് പോയപ്പോഴേക്കും നമ്മൾ കണ്ട പോലത്തെ വഴികളാണ്. ആൾക്കാർ പണി നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ വഴിക്ക് വീതി കുറയുന്നുണ്ട്, അങ്ങനത്തെ ബോർഡുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ആണ്, നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. ഇത് കണ്ടല്ലോ. ഇതിനകത്ത് എത്ര പേർക്ക് ഈ സാധനത്തെ കയറാൻ പേടിയുണ്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ലാൻഡ്സ്കേപ്പ് മാറി നോക്കിയാൽ എന്ത് രസമാണ് നോക്കി. ഒത്തിരി ഹൈലാൻഡ്സ് ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വഴി നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പീഡ് ലിമിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ബെയ്റ്റ് സൈഡ് എന്ന് പറഞ്ഞൊരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. സ്ട്രെയിറ്റ് വഴിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു വണ്ടിയുണ്ട്. 3 minutes 3 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്ഥലത്തെത്തും. അതുപോലെ നിങ്ങൾക്ക് ഈ സ്ഥലവും അതുപോലെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചെറിയ ചെറിയ വഴിയിലൂടെ പോകുമ്പോൾ ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. നല്ല രസമുള്ള സൗണ്ടാണ്, ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. ഓ യാ, സിപ്പ് വേൾഡ് എന്ന് അവിടെ ബോർഡ് കണ്ടു. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ആണ്, പുറകിൽ നിന്ന് അവിടുന്ന് വണ്ടിയൊന്നുമില്ല. നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു അടിപൊളി സ്ട്രീം ഒഴുകുന്നുണ്ട് കേട്ടോ. ഇവിടെ ചിലർക്കൊക്കെ എക്സൈറ്റ്മെന്റും ചിലർക്കൊക്കെ ടെൻഷൻ കൂടി വരുവാണ്. ഫസ്റ്റ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. സോ വേർ ഡു വി പാർക്ക്? അപ്പോൾ നമ്മൾ വണ്ടി സേഫ് ആയിട്ട് ഇങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യുന്നു. വേറെ കാര്യമുണ്ട്, നമുക്ക് വണ്ടി ഇങ്ങിട്ട് പോകാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ റൂഫ് അടയുന്നത് കാണിച്ചു തരാവേ. നിങ്ങൾ കൗണ്ട് ചെയ്ത് എത്ര സെക്കൻഡ് എടുക്കുമെന്ന് നോക്കാം. കാരണം ഞാൻ ഏകദേശം കൗണ്ട് ചെയ്തായിരുന്നു. 10 സെക്കൻഡ് തൊട്ട് 15 സെക്കൻഡ് വരെ. 10 സെക്കൻഡേ ഉള്ളൂ. പെർഫെക്റ്റ്. കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞ ലൈൻ ഏതാണെന്നറിയാം, കാണിച്ചു തരാം. ഇതുകൊണ്ട് ആ കാണുന്ന കേബിൾ ഉണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ കാണുന്നൊരു കേബിൾ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് സമയം കളയാനായിട്ടില്ല, നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ടിക്കറ്റ് കളക്ട് ചെയ്യണം. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. അതുപോലെ തന്നെ ഇതുണ്ടോ, അങ്ങ് മണ്ടേന്നാണ് ഈ സാധനം വരുന്നത്. ഇതെന്തോ കോവറി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വല്ല കരിങ്കല് പൊട്ടിക്കുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ വഴിയൊക്കെ അങ്ങനെ ഏകദേശം നമുക്ക് തോന്നുന്നത്. ഒരു ഐഡിയ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഒരു സിപ്പ് ലൈൻ പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ബിൽഡിംഗ് ആണ്. ഇതുണ്ട്, ഇവിടെ ഇരിക്കാനായിട്ട് ഇവർ ഈ പറഞ്ഞ പോലെ ചെയർസും അതുപോലെ തന്നെ ടേബിൾസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതുണ്ടോ, ഈ സംഭവമാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്തുവാണ് ബുക്ക് ചെയ്തപ്പോഴേക്കും നമുക്ക് രജിസ്ട്രേഷൻ കഴിയുമ്പോൾ കിട്ടുന്നത്. ഇതെല്ലാം ഒരു ചെറിയ ചിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ 2 കൈയിലും ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതായത് നമ്മളെല്ലാവരും ക്യാമറ ഹയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഹയർ ചെയ്ത ആൾക്കാർക്ക് 2 ഡിഫറെൻറ്റ്. അഞ്ചിന് കാണിച്ച്, അഞ്ചൊന്നും കാണാൻ പോലും പറ്റരുത്. ഇത് കയ്യിലത് പച്ചയല്ലേ? ഓക്കെ. ക്യാമറ ഇല്ലാത്ത ആൾക്കാർക്ക് സെയിം കളറാണ് കേട്ടോ. അഞ്ചുവിന് ശരിക്കും പറഞ്ഞാൽ ഇവിടം വരെ ക്യാമറ വെക്കണം എന്ന് വലിയ ആഗ്രഹമില്ലായിരുന്നു. ഞാൻ പേഴ്സണലി പറഞ്ഞു വെപ്പിച്ചാണ്. കാരണം ഇത് കണ്ടോ, അഞ്ച് ശരിക്കും എല്ലാവർക്കും ഭയങ്കര പേടി. കാരണം ഭയങ്കര ഫാസ്റ്റാണ്. നിങ്ങൾ ആ കാണുന്നുണ്ടോ, ആ മലയിൽ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ടോ, അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് വെറും ഇവിടം വരെ കേട്ടോ. ഇതിനകത്ത് പേടിയുള്ള ആൾക്കാർ വേണം ഒന്നും പറയാൻ അവസരമുണ്ട് കേട്ടോ. തുറന്ന് സമ്മതിക്കാൻ അവസരമുണ്ട്. പേടിയുണ്ട്. അഞ്ജനോ? പേടിയില്ലല്ലേ? ഒട്ടും പേടിയില്ലല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതാണ് നിന്റെ. എന്തെങ്കിലും അവസാനമായിട്ട് ആഗ്രഹങ്ങളെല്ലാം ഉണ്ടോ? ഇല്ല, എനിക്ക് നല്ല ചോറും കറിയും വേണം. നമ്മൾ ഈ നിൽക്കുന്ന ട്രയലിലാണ് കേട്ടോ. അതായത് നമ്മൾ ഈ സൈഡിൽ കാണുന്ന ഈ ഒരു കേബിൾ ഉണ്ടോ, ഇതിൽ അവർ നമ്മളെ താഴെ വരെ കൊണ്ടുപോകും. അതിനുശേഷം മെയിൻ സാധനം എന്ന് പറയുമ്പോഴേക്കും അതിന്റെ അങ്ങ് മേളിലാണ് കേട്ടോ. ഇത് ട്രയലാണ്. അപ്പൊ നമ്മൾ ട്രയൽ ചെയ്യാൻ വേണ്ടി പോവാണ്. Push. Okay, do you reckon you can try and straighten up? Enjoy. About 3 die in. ഇവിടെ നമ്മൾ ഈ ഒരു ട്രക്കിലാണ് കേട്ടോ പോകുന്നത്. ഇതുണ്ടല്ലോ, ഒരു മിലിറ്ററി പോലത്തെ ട്രക്കാണ്. First time you came in about 10 feet above ground. This time you're going to be twice as high, kind of 20 odd feet up the top there. So of course they've got a reach up there, so they've got a high-tech implement called a pole. What will happen when you get to the bottom, they'll hold that pole up in front of you and ask you to grab hold of it yourself. So up until then your arm's going to be behind your back, nice and streamlined, or you just follow the instructions that you're given. Okay, if you're going to keep your arms like this, aren't you? So just follow the instruction given, but when you do come to a halt, take your hands from that position and just grab hold of the pole. The reason you're holding on to the pole primarily is because I mentioned an incline, and of course there's more of a chance to roll back when you've got an incline. So you just need to grab hold of the pole in case you start rolling back so that they can catch you there. If you roll back, they save you. Pardon? If you roll back, can they get you?
അങ്ങനെ നമ്മൾ ഇതിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, വലിയൊരു മൗണ്ടൻ ആണ്, ഒരു കോറിയാണ് ബേസിക്കലി. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന ഈ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിനാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് കയറി കഴിയുമ്പോഴേക്കും നമ്മളെ ഇവർ ഫുള്ള് ബക്കിളപ്പ് ഒക്കെ ചെയ്യും. അതിനുശേഷം നമ്മുടെ ഒരു ക്യാമറയും കാണും. ക്യാമറയും എല്ലാം വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി കാണാൻ വേണ്ടി പോകുന്ന ഈ ക്യാമറ എന്നുള്ള വിഷ്വൽസ് ആയിരിക്കും. Straight your legs out. അപ്പൊ കണ്ടല്ലോ, അതായിരുന്നു നമ്മുടെ സിപ്പ് ലൈൻ കേട്ടോ. എല്ലാരും ചെയ്തു, എല്ലാരും എൻജോയ് ചെയ്തു. ഇനിയുണ്ടല്ലോ നമുക്ക് എല്ലാവരോടും ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസ് കേട്ടോ. സൂപ്പർ, ഔട്ട് ഓഫ് ദി വേൾഡ്. അടിപൊളിയായിരുന്നു. അടിപൊളി, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ദിബു വിടുന്നുണ്ടല്ലോ, ഒന്നും കൂടി വിടാമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാര്യം വെച്ചാൽ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര സ്പീഡ്, 100 മൈൽസ് പെർ അവർ ആണ് പോയിക്കൊണ്ടിരുന്നത്. അവിടുന്ന് എനിക്ക് അവിടുന്നേക്കാളും ഇത് വന്നതുണ്ടല്ലോ, സ്പീഡ് തോന്നിയതാ വെള്ളത്തിന്റെ. എനിക്ക് പക്ഷെ എനിക്ക് ആ കല്ലിന്റെ അവിടെ എത്തിയപ്പോഴായിരിക്കും നിങ്ങളുണ്ടല്ലോ സംസാരിച്ചു നോക്കിയോ, സംസാരിക്കുമ്പോ സൗണ്ട് പുറത്തോട്ട് വരുന്നില്ല അത്ര. അതുപോലെ നമ്മൾ നടക്കുമ്പോഴേക്കുണ്ട് ഇവിടെ കുറെ ആടിനെ കാണുന്നുണ്ട്. നമ്മുടെ ബണ്ണൂരിനെ പോലെ ഉണ്ട് കേട്ടോ. ഇതുകൊണ്ട് ചെമ്മരിയാടാണ്, പക്ഷെ അതിന്റെ വാലിന് നീളം കണ്ടോ, ഭയങ്കര നീളമുണ്ട് വാലിന്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ നിന്നുണ്ടല്ലോ തിരിച്ച് നമ്മുടെ വണ്ടി ഇട്ട സ്ഥലത്തേക്ക് നടന്നു വേണം പോകാനായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അതിന് മുമ്പുണ്ടല്ലോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള, ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു അഡ്വഞ്ചർ ഗെയിമോ അല്ലെങ്കിൽ സ്പോർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ, നമുക്ക് നോക്കാം. പേടിയാണോ? ഓ, ആ മലയിൽ സൂര്യൻ ഉദിച്ചേക്കുന്നല്ലേ. ഒന്നുകിൽ ഒറ്റ ഓട്ടം, ഒറ്റ ഓട്ടം പെട്ടെന്ന് ഓടി ഓടി പറഞ്ഞേ. എടി ഞാൻ ഓർത്ത് നീ ഇവിടെ വീണെന്നാ. When you go to Wales today, say to people Bore da. Okay. Say Bore da to them. That means good morning in Welsh. Okay. I'll write it down for you. എനിക്ക് നല്ല ചോറും കറിയും വേണം. വേൾഡിലെ ഏറ്റവും ഫാസ്റ്റ്. Bye bye. See you later. Okay, bye bye bro.